പ്രതിപക്ഷ ഉപനേതൃ പദവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പിണറായിക്ക് മറുപടി നൽകിയിരിക്കുന്നത്. ഇന്ന് പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ വിഷയം ഈ പ്രതിപക്ഷ ഉപനേതാവ് സിപിഐക്ക് നൽകില്ല എന്നുള്ളൊരു വ്യക്തമാക്കുന്ന നിലപാട് വീണ്ടും ആവർത്തിക്കുന്ന നിലപാടായിരുന്നു പിണറായി വിജയൻ എടുത്തിരുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം സിപിഎമ്മിന് തന്നെയാണ് എന്നുള്ള കാര്യമായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. ഇതിലാണ് ഇപ്പോൾ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. കൃത്യമായിട്ടുള്ള ഭാഷയിൽ, രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അങ്ങനെ പിണറായി പറയുമെന്ന് കരുതുന്നില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ പക്വതയ്ക്ക് നിരക്കുന്നതല്ല, ഇരിക്കുന്ന പദവിക്കും ചേരുന്നതല്ല എന്നുള്ള കാര്യമാണ് സിപിഐ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. റഹീസ് റഷീദിന്റെ വിശദാംശങ്ങൾ നൽകാൻ. റഹീസ്, കൃത്യമായിട്ടുള്ള മറുപടി. ശ്രുതി, ഇക്കാര്യത്തിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പിണറായി വിജയന് ഒരു മറുപടി നൽകിയിരിക്കുകയാണ്. പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞെങ്കിൽ അത് അവിശ്വസിക്കാനേ പറ്റുന്നുള്ളൂ, പദവിക്ക് നിരക്കാത്ത കാര്യമാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇത് CPIയുടെ അഭിമാനത്തിന് വിലയിടാൻ ഒരു നേതാവിനും അവകാശമില്ല എന്ന് പറഞ്ഞത്. ഇതിനകത്ത് CPI എന്താണ് ഇതിൽ പറയാനുള്ളത് എന്നത് ആ ഒറ്റ വാക്കിലുണ്ട്. അതായത് CPI എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അഭിമാനത്തിന് അവർ തർക്ക വിഷയമായി നിൽക്കുന്ന ഒരു കാര്യത്തിൽ CPIക്ക് ആ പദവി നൽകാൻ കഴിയില്ല. അത് CPIM-നായിരിക്കും. അത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഞാനൊരു കത്ത് നൽകിയാൽ തീരുന്ന പ്രശ്നമാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞതിന് ഏതാണ്ട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ മറുപടി നൽകിയത്. പലതരത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. സംസ്ഥാനത്ത് മാത്രമല്ല, കേന്ദ്ര നേതൃത്വവും ചർച്ചയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ ഏകപക്ഷീയമായ ഒരു തീരുമാനം LDFന്റെ ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവിന് എങ്ങനെ പറയാൻ കഴിയും എന്ന ചോദ്യമാണ് ബിനോയ് വിശ്വം ഉന്നയിക്കുന്നത്. അതിനവസാനമാണ് CPIയുടെ അഭിമാനത്തിന് വിലയിടാൻ ഒരു നേതാവിനും കഴിയില്ല, അതായത് പിണറായി വിജയന് CPIയുടെ അഭിമാനത്തിന് വിലയിടാൻ കഴിയില്ല എന്ന നിലപാട് കൂടിയാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും ഈ തർക്കം ഇനിയും നീണ്ടുപോകും. CPIM-നെ സംബന്ധിച്ച് പിണറായി വിജയൻ 3ാമത്തെ പ്രാവശ്യമാണ് ആ പദവി വിട്ടു നൽകില്ല എന്ന കാര്യം മാധ്യമങ്ങളോട് പറയുന്നത്. അപ്പോഴും പിണറായി അങ്ങനെ പറയുമ്പോഴും TP രാമകൃഷ്ണനും MV ഗോവിന്ദനുമൊക്കെ ചർച്ചയാകാം എന്ന നിലപാട് CPI നേതാക്കളെ അറിയിക്കുകയായിരുന്നു. അതിൽ അവർ പ്രതീക്ഷിച്ച് അർപ്പിച്ചു നിൽക്കുന്ന സമയത്താണ് ഇന്ന് പിണറായി വിജയൻ കുറച്ചുകൂടി ഷാർപ്പായി ആ വിഷയത്തിൽ നിലപാട് പറഞ്ഞത്. അതിനകത്ത് മറ്റൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. വീണയുടെ കേസിൽ വീണയ്ക്കെതിരായ നടക്കുന്ന നീക്കങ്ങളെ രാഷ്ട്രീയമായി കാണാനാവില്ല എന്ന നിലപാട് CPI എടുത്തു. അത് രാഷ്ട്രീയമല്ല, അത് വ്യവസായവുമായി, കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് ബിനോയ് വിശ്വം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു. അതിൻ്റെ പിറ്റേന്നാണ് പിണറായി വിജയൻ മറ്റൊരു നിലപാട്, പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് ഇതുവരെ അദ്ദേഹം എടുത്ത നിലപാട് ഇത് തന്നെയാണെങ്കിലും കുറെ കൂടി ഷാർപ്പായി, അതൊരു അടഞ്ഞ പുസ്തകമാണ്, ഇനി അതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്കുമില്ല എന്ന നിലപാട് പിണറായി വിജയൻ വ്യക്തമാക്കിയത്. അതിന് ഒരാൾക്കും CPIയുടെ അഭിമാനത്തിന് വിലയിടാൻ പറ്റില്ല എന്ന മറുപടി നൽകി ആ തർക്കം കൊഴുപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു അടി പോലും പിന്നോട്ട് പോകാൻ CPI ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് ആ പാർട്ടിയുടെ സെക്രട്ടറി ബിനോയ് വിശ്വം. റഹീസെ, ഇതിപ്പോൾ ഈ വിഷയം ഇങ്ങനെ തന്നെയാണ് ഇരു കൂട്ടരും കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നോട്ടില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ പ്രതികരണം, ഇപ്പം നമുക്കറിയാം LDFനെ സംബന്ധിച്ചിടത്തോളം കീറാമുട്ടിയായി നിൽക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അതിലിപ്പോഴും തീരുമാനമെടുക്കാൻ കഴിയാതെ പോകുന്നതും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇന്നത്തെ ഈ പ്രതികരണം, രണ്ടുപേരുടെയും പ്രതികരണം വളരെ ശക്തമാണ്, കടുത്ത ഭാഷയിൽ കൂടിയാണ് എന്നുള്ളതാണ്. ഇതിൽ CPI സംസ്ഥാന ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തിലേക്ക് വരുമ്പോൾ, ആ മറുപടിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി രൂക്ഷമായി തന്നെയുള്ള ഒരു പ്രതികരണമാണ് എന്നുള്ളതാണ്. അപ്പോൾ കാര്യങ്ങൾ ഇനിയും കൂടുതൽ സങ്കീർണമാകുന്നു. എങ്ങനെയായിരിക്കും ഇനി കാര്യങ്ങൾ പോവുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ശ്രുതി, സ്വാഭാവികമായും ഒരു മുന്നണിയിലെ 2ാമത്തെ കക്ഷിക്ക് ഒരു തർക്ക വിഷയത്തിൽ മറുപടി പറയാൻ പ്രയോഗിക്കാവുന്ന ഏറ്റവും പരമാവധി വാക്കുകൾ ബിനോയ് വിശ്വം ഉപയോഗിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ LDFൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് എന്നൊക്കെ പറയണം. സ്വാഭാവികമായി അങ്ങനെ പറയാൻ കഴിയില്ല. അതല്ലാതെ അദ്ദേഹത്തിന് പിണറായി വിജയന് മറുപടി നൽകാൻ ഏറ്റവും ഉചിതമായ വാക്കെന്ന നിലയിലാണ് ഞങ്ങളുടെ പാർട്ടിയുടെ അഭിമാനത്തിന് വിലയിടാൻ ഒരു രാഷ്ട്രീയ നേതാവിനും കഴിയില്ല എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ CPIയുടെ അഭിമാനത്തിന്, കാരണം അഭിമാനത്തിന് ഏൽക്കുന്ന ക്ഷതമാണ് ഇന്ന് പിണറായി വിജയൻ പറഞ്ഞത്. അതിനകത്ത് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് കിട്ടുന്നോ ഇല്ലയോ എന്നതല്ല പ്രശ്നം. CPI നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അത് അവർക്കില്ലെങ്കിൽ, അവർക്കില്ല എന്ന് പറയേണ്ട
മാർഗവും രീതിയും മറ്റൊന്നാണ്. പലതരത്തിൽ ഉഭയകക്ഷി ചർച്ചകൾ CPM-ഉം CPI-യും തമ്മിൽ പല വിഷയത്തിൽ നടക്കാറുണ്ട്. ആ ഉഭയകക്ഷി ചർച്ചകളിൽ അത് പറയുകയാണ് സാധാരണഗതിയിലുള്ള രീതി. ഇന്ന് രാവിലെയാണ് പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തിയത്. അതിലാണ് കൃത്യമായിട്ട് നിലപാട് വ്യക്തമാക്കുന്നത്. അധികം വൈകാതെ തന്നെ ഇതിപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നു. വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ആ പദവിക്ക് നിരക്കുന്നതല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പദവിക്ക് നിരക്കുന്നതല്ല പിണറായി വിജയന്റെ പ്രസ്താവന എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. വിശദാംശങ്ങളാണ് റഹീസ് റഷീദ് നൽകിയത്. നമ്മൾ ഇനി